പുതുവത്സര ദിനത്തിൽ തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. പ്രകൃതി സ്നേഹിയും ചിത്രകാരനുമായ പ്രകൃതി ബാബുവാണ് ക്യാൻവാസിനെ വർണ്ണഛായങ്ങൾ കൊണ്ട് ഹരിതാഭമാക്കിയത്. തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ 140ഓളം ചിത്രങ്ങളാണ് ആസ്വാദകർക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. കാറ്റും മഴയും ഇരുളും വെളിച്ചവും സന്തോഷവും സന്താപവുമെല്ലാം ഇവിടെ വരകളിൽ വിസ്മയമാവുകയാണ്. പ്രകൃതിയുടെ നിറച്ചാർത്തുകളെ ക്യാൻവാസിലേക്ക് ആവാഹിച്ചപ്പോൾ ആസ്വാദകർക്ക് പകർന്നു നൽകിയത് പുത്തൻ അനുഭവവും. It's a very good painting that I ever seen. I love this picture. അനശ്വര നടൻ സത്യൻ മാഷിന്റെ ജീവൻ തുടിക്കുന്ന എണ്ണഛായാ ചിത്രവും കലിതുള്ളി ഉറയുന്ന തെയ്യക്കോലവും ശ്രീചിത്ര തിരുനാളിന്റെ പൂർണ്ണകായ ജലഛായവും ഇണയെ നഷ്ടപ്പെട്ട മൈനയുടെ വിലാപവുമെല്ലാം പ്രദർശനിയിലെ മുഖ്യ ആകർഷകങ്ങളാണ്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശിയും ആർട്ട് ഡയറക്ടറുമായ പ്രകൃതി ബാബുവാണ് ഈ മനോഹര ചിത്രങ്ങളെ വർണ്ണത്തിൽ ചാലിച്ചത്. പ്രകൃതിയെ ശരിക്കും അനുകരിക്കുന്ന ഒരു സ്വഭാവം കൂടെ എനിക്കുണ്ട്. കാരണം നമ്മൾ നേച്ചറായി കാണുന്ന പലതും സ്വീകരിക്കുക, അത് വരയ്ക്കുക, അങ്ങനെയാണ്. ഓയിൽ പെയിന്റ്, അക്രിലിക്, വാട്ടർ, പെൻ വർക്ക്, സ്റ്റംപ് വർക്ക്, എല്ലാവിധ വർക്കുകളും ഞാൻ ചെയ്യാറുണ്ട്. ഭർത്താവിന്റെ ചിത്രകലയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സെലിൻ ബാബുവും ഒപ്പം തന്നെയുണ്ട്. പരമ്പരാഗത ശൈലിയിലെ ചിത്രങ്ങൾക്ക് പുറമെ മാറുന്ന കാലത്തിന്റെ നേർസാക്ഷ്യങ്ങളും കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. बहुत सुंदर है ये तो बिल्कुल आज की जनरेशन के लिए है. वो इंडल्ज रहता है ना 3 जगह पे, मोबाइल में, हेडफोन में और लैपटॉप. कंसंट्रेशन कहीं एक जगह भी स्टैटिक नहीं है, वो डायनामिक हो रहा है. तो ये तो बहुत अच्छी पेंटिंग है. പ്രകൃതിയുടെ നിറച്ചാർത്ത് എന്ന പേരിൽ തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിലാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കാഴ്ചക്കാർക്ക് പുതുവത്സര സമ്മാനമായി ഒരുക്കിയിരിക്കുന്ന ഈ വർണ്ണവിസ്മയം ജനുവരി 4 സമാപിക്കും. ജനം, തിരുവനന്തപുരം.